and the truth and the life. No one comes to the Father but by me. John chapter 14 verse 6. അതുകൊണ്ടാണ് ഈ അൾത്താരയുമായി ബന്ധപ്പെട്ടു ഇത് വളരെ പ്രധാനപ്പെട്ട ദേവാലയത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തായി നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ അൾത്താര. അവിടെയാണ് അതിവിശുദ്ധ സ്ഥലമായ ഈ മദ്ബഹായുടെ യാഗപീഠം, കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനം. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഇത് ഈ സിംഹാസനത്തെ കുറിച്ചാണ് പറയാൻ. വായിക്കും. അൾത്താരം. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. ബൈബിളിൽ ജീവജലത്തിന്റെ നദി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 34. തിരുനാളിന്റെ അവസാനത്തെ ദിവസത്തിൽ അവൻ എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും. അവൻ ഇത് പറഞ്ഞത്, യോഹന്നാൻ ശ്ലീഹ അതിന്റെ വ്യാഖ്യാനം പറയുകയാണ്. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ ജീവജലത്തിന്റെ നദി. ഇനി നമ്മൾ വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരാം. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ അടിയിൽ നിന്ന് എന്തൊഴുകുന്നു? ജീവജലത്തിന്റെ നദി ഒഴുകുന്നു. അപ്പൊ നോക്കിയേ, ദൈവം പിതാവ്, കുഞ്ഞാട് യേശുക്രിസ്തു, ജീവനദി പരിശുദ്ധാത്മാവ്. പരിശുദ്ധ ത്രിത്വം അധിവസിക്കുന്ന സ്വർണോസാണ്, ത്രോണോസാണ്, സിംഹാസനമാണ്. ഏത്? അൾത്താര. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ചിത്തോലയ്ക്ക് 3 കഷണങ്ങൾ. 1 പിതാവിന്, 2 പുത്രൻ തമ്പുരാന്, 3 പരിശുദ്ധാത്മാവ്. 3 കണ്ണങ്ങൾ. അതുകൊണ്ടാണ് 3 കണ്ണങ്ങൾ. പിന്നെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വം അധിവസിക്കുന്ന സിംഹാസനമാണ് ഈ ത്രോണോസ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 4 കാര്യങ്ങളുണ്ട്, പക്ഷെ അതിനുള്ള നേരം കിട്ടത്തില്ല. കിട്ടുന്നത് പോലെ. 1, ഈ ത്രോണോസ് ഉൾക്കൊള്ളുന്ന മദ്ബഹ. 2, ഈ ത്രോണോസ് കഴിഞ്ഞ് നമ്മുടെ ജോൺ ഇരിക്കുന്ന, ഗായക സംഘം ഇരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിന്റെ പേരെന്താ? ഇതാണ് കെസ്ത്രൂമോ. അതിനകത്തപ്പുറം ഹൈക്കല. അത് കഴിഞ്ഞിട്ട് കുമ്പസാരക്കാര് നിൽക്കുന്ന സ്ഥലം, അതാണ് മോണ്ടളം, മുഖത്തളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മോണ്ടളം. അപ്പൊ ഈ 4 സ്ഥലങ്ങളൂടെ നമ്മൾ കാണണം. ഇനി നോക്കിയേ, ഈ 4 സ്ഥലങ്ങളിൽ അതിവിശുദ്ധ സ്ഥലമായ മദ്ബഹ കഴിഞ്ഞിട്ട് ഒരു 3 പടികളുണ്ട്. ഈ പടികൾക്കും പ്രാധാന്യമുണ്ട്. ഇതെല്ലാം വചനബന്ധിതം, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പള്ളിയുടെ ഘടന. അതുകൊണ്ട് നമ്മൾ ആരാധനാക്രമം നടത്തുമ്പോൾ അത് പള്ളിയിൽ വന്ന് നടത്തുന്നതിൻ്റെ പ്രത്യേകത, ആ പള്ളി, ഈ പള്ളിയുടെ സ്ട്രക്ചർ ദൈവ ആരാധനയ്ക്ക്, ദൈവത്തോടുള്ള ഏറ്റവും അടുത്ത ആരാധനയ്ക്ക്, സ്വർഗീയ ആരാധനയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാധനയാണ് പള്ളിയിൽ നടക്കുന്ന ആരാധന. അതുകൊണ്ടാണ് കൂദാശകളൊക്കെ പള്ളിയിൽ വെച്ച് നടത്തുന്നത്. പലരും ചോദിച്ചു, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. വീട്ടിൽ ഇരുന്നാലും ദൈവം കൊണ്ടൊന്ന് നോക്കട്ടെ. ദൈവം കേൾക്കുമെന്ന് നോക്കട്ടെ. ഇങ്ങനൊക്കെ പറയുന്നവർ ദൈവം കേൾക്കത്തില്ലേ? ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവര്, ദൈവം തൻ്റെ ജനത്തിന് എങ്ങനെയായിരിക്കണം ആരാധന നടത്തേണ്ടത് എന്ന് ഈ പുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതി വച്ചിരിക്കുന്നതനുസരിച്ച് സഭ രൂപപ്പെടുത്തുന്നതാണ് ഈ പള്ളിയുടെ ഘടന. നോക്കിയേ, ഈ മദ്ബഹ ക്രിസ്തുവിന്റെ ശരീരമാണിത്, അവന്റെ ശിരസാണിത്.
അതുകൊണ്ടാണ് നടുക്ക് വെച്ച് ദേവങ്കേലിയോൻ വായിക്കുന്നത്. കാരണം അതവന്റെ അധരങ്ങളാണ്, അവന്റെ കാതുകളാണ്. ഇരുവശത്ത് വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്ന ലേഖനങ്ങൾ, അത് കാതോലിക ലേഖനങ്ങളാകാം, പൗലോസ്ലീഹയുടെ ലേഖനങ്ങളാകാം, അതവന്റെ കാതുകളാണ്. അത് കഴിഞ്ഞിട്ട് അവന്റെ വിലാവാണ് മാമോദീസ തൊട്ടി. അവിടെ വെച്ചാണ് രക്തവും വെള്ളവും ഒഴുകിയത്. അവിടെയാണ് ഒരു കുഞ്ഞ് പിറക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഉദരം കണക്കെ, അമ്മയുടെ ഉദരം കണക്കെയാണ് മാമോദീസ തൊട്ടി. അതിനകത്ത് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ആ വെള്ളത്തിലാണ് ഒരു കുഞ്ഞിനെ മുക്കിയെടുക്കുന്നത്. ഒരമ്മയുടെ ഗർഭത്തിലെ കുഞ്ഞിനെ രൂപം കൊടുക്കുന്ന കണക്ക് സഭ തന്റെ സഭാമാതാവ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ഥലമാണ്. ഇപ്പൊ ക്രിസ്തുവിന്റെ വിലാവ അവിടെ നിന്നാണ് ജീവജലം, അതാ മാമോദീസ, ജീവരക്തം, അതാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിന് മാമോദീസ കൊടുക്കുന്ന ദിവസം തന്നെ ഈ ഉപനയനത്തിന്റെ 3 കൂദാശകളും നൽകും. 1 മാമോദീസ, 2 സ്ഥൈര്യലേപനം, 3 വിശുദ്ധ കുർബാന. ഈ കുഞ്ഞിന് തിരുരക്തവും കൊടുക്കും. കാരണം അവന്റെ വിലാവിൽ നിന്നൊഴുകിയ ഈ രക്തവും വെള്ളത്തിലുമാണ് ഈ കുഞ്ഞിനെ സഭയോട് ഒട്ടിച്ചു വെക്കുന്നത്, സഭയോട് ഒട്ടിച്ചു ചേർക്കുന്നത്. കാരണം ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പള്ളി ഇങ്ങനെ ഒരു സ്ട്രക്ചർ. അപ്പൊ ഇതിനകത്ത് ഓരോ പടി, ഈ 3 പടിക്ക് പ്രത്യേകതയുണ്ട്. പൗലോസ്ലീഹ വെളിപ്പെടുത്തിയ 3-ാം സ്വർഗം, അത് കഴിഞ്ഞുള്ള 7-ാം സ്വർഗം, അതിവിശുദ്ധ സ്ഥലം, ഇതിനെല്ലാം വചനബന്ധിതമാണ്. ഹല്ലേലൂയ, സ്നേഹത്തോട് പറ ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മദ്ബഹ. മദ്ബഹ കഴിഞ്ഞിട്ട് കസ്ത്രൂമോ, അത് കഴിഞ്ഞ് ഹൈക്കല, അത് കഴിഞ്ഞ് മോണ്ടളം. ഇപ്പൊ നമ്മളിത് എന്തിനാണ് ഇത് പഠിക്കുന്നത്? നമ്മളൊരു പള്ളിയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ പല വിചാരം പല സ്ഥലങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. എങ്ങോട്ടും പോകുന്നില്ലെങ്കിൽ മൊബൈൽ വിളി വരാൻ സാധ്യതയുണ്ട്, അല്ലൊരു മെസ്സേജേലും വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശ്രദ്ധ മാറാൻ എല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കളെ, നമ്മൾ ഈ അതിവിശുദ്ധമായ സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം. ഈ മദ്ബഹ, നമുക്കറിയാം, ഈ മദ്ബഹ എന്ന വാക്ക് അതൊരു ക്രിയാരൂപം എന്ന് പറഞ്ഞ് ദബഹോ എന്നാണ്. മ എന്ന് പറയുന്ന ഒരു നാമമാണ്. ദബഹോ. ദബഹോ എന്ന് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല, എന്നാലും ശ്രദ്ധിക്കണം. ദബഹോ എന്ന് പറഞ്ഞാൽ യാഗമർപ്പിക്കുന്ന സ്ഥലം എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കുന്ന സ്ഥലം. ദബഹോ, അതാണ് സുറിയാനി വാക്ക്. അതിന്റെ നാമമാണ് മദ്ബഹോ, മദ്ബഹ. അതിവിശുദ്ധ സ്ഥലമെന്നാണ് പൗരസ്ത്യ സഭ ഇതിനെ വിളിക്കുന്നത്. നമുക്ക് പഴയ നിയമത്തും പുതിയ നിയമം ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാവും. യഹൂദരുടെ പള്ളിയെ 2 വിരികൾ കൊണ്ടാണ് തിരിച്ചത്. ശ്രദ്ധിക്കണേ, യഹൂദരുടെ പള്ളിയെ, ജെറുസലേം ദേവാലയത്തിന് 2 വിരികളുണ്ട്. പള്ളിക്കകത്ത് കയറിയാൽ ആദ്യമേ ഒരു തിരശ്ശീല. നമുക്ക് 2 വിരികളുണ്ട്. പക്ഷെ അത് ഒന്നാമത്തെ വിരി ഇതാണ്, രണ്ടാമത്തെ വിരി സക്രാരിയുടെ മുൻപിൽ. പണ്ട് നമുക്കറിയാം, പണ്ടത്തെ നമ്മുടെ പഴയ പള്ളിയിൽ സക്രാരിയുടെ മുൻപിൽ ഒരു തുണി ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ട്. സക്രാരിയുടെ മുമ്പിൽ ഒരു തുണി ഇട്ടിരുന്നു, ഒരു വിരി. അതിന് പിന്നിൽ, അതാണ് അതിവിശുദ്ധമായ സ്ഥലം നമ്മൾ പറയുന്നത്. ഇത് ഒന്നാമത്തെ വിരി. ഇപ്പൊ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ, ജെറുസലേം ദേവാലയത്തിൽ ശ്രദ്ധിക്കണേ, 2 വിരികളുണ്ട്. 2 വിരികൾ, 2 വലിയ എന്താണ് ഈ തിരശ്ശീല. ഇപ്പൊ ഒന്നാമത്തെ വിരിക്കുള്ളിൽ 3 കാര്യങ്ങൾ. അതായത് ആദ്യത്തെ വിരിക്കുള്ളിൽ, അതിനപ്പുറത്താണ് ആര് നിൽക്കുന്നത്? ആളുകളൊക്കെ നിന്ന് ബലിയർപ്പിക്കാനൊക്കെ വരുന്നത്. പക്ഷെ ഈ വിരിക്കുള്ളിൽ വിശുദ്ധ സ്ഥലമെന്നാണ് അത് അറിയപ്പെടുന്നത്. ആ വിശുദ്ധ സ്ഥലത്താണ് പുരോഹിതര് നിൽക്കുന്നത്. അവിടെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് മെനോറ, കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ മെഴുക്. നമ്മളിവിടെ കുരിശിന് ചുറ്റിൽ
7 കാലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മെഴുതിരിക്കാലുകൾ. നിങ്ങൾ കണ്ടോ? കാണാമോ? അപ്പോ കൈപ്പത്താൻ വരുമ്പോൾ നോക്കിക്കോണേ. ഇവിടെ ആരാധനാക്രമത്തിന്റെ സൂചനയായിട്ട് നമ്മൾ 7 തിരിക്കാലുകൾ വെച്ചിട്ടുണ്ട്. യഹൂദരുടെ മെനോറ എന്ന് പറയുന്നത് അവര് ഒരു നടുക്കൊരു തിരിയും, അതിന് ചുറ്റും ഇങ്ങനൊരു വളയം. അപ്പൊ അവിടെ ഇവിടെ ഓരോ തിരി, പിന്നൊരു തിരി, അവിടെ ഇവിടെ ഒരു തിരി, പിന്നെ ഒരു തിരി. അപ്പൊ 3, 3, 6, നടുക്കൊരു തിരി. 7 തിരികളുള്ള ഒരു കാല്, അതാണ് മെനോറ. അപ്പൊ ഈ ഒന്നാമത്തെ വിരിക്കുള്ളിൽ ആദ്യമേ കാണുന്നത് മെനോറ, തിരിക്കാലാണ്. വലിയ 7 തിരിക്കാൽ. അതിനുശേഷം ഒരു മേശ കാണും. ഈ മേശയുടെ പേര് തിരുസാന്നിധ്യത്തിന്റെ അപ്പത്തിന്റെ മേശ. തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ, കാഴ്ചയപ്പത്തിന്റെ മേശ. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ദാവീദൊക്കെ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാനാവുന്ന ഈ അപ്പമൊക്കെ എടുത്ത് ഭക്ഷിച്ചിട്ടും കുറ്റമില്ലാത്തവനായി കാണപ്പെട്ടു എന്നൊക്കെ ബൈബിൾ പറയുന്നതിന് കാര്യം ഈ മേശയ്ക്കകത്തെ, മേശയുടെ പുറത്ത് വെച്ചിരിക്കുന്ന കാഴ്ചയപ്പമാണ്. അപ്പം നോക്കി, മെനോറ, അതിനുശേഷം ഒരു മേശ, മേശയ്ക്ക് മുകളിൽ കാഴ്ചയപ്പം, തിരുസാന്നിധ്യ അപ്പം. ഇതാണ് ഒന്നാമത്തെ വിരിക്കുള്ളിൽ ഇരിക്കുന്നത്. ഒന്നാമത്തെ വിരിക്കുള്ളിൽ. എന്നാൽ രണ്ടാമത്തെ വിരി, ആ വിരിക്കുള്ളിലാണ് അതിവിശുദ്ധ സ്ഥലമെന്നറിയപ്പെടുക. നമ്മുടെ മദ്ബഹ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ വിരിക്കുള്ളിലുള്ള അതിവിശുദ്ധ സ്ഥലമാണ്. അവിടെയാണ് ത്രോണോസ്. എന്താണ് ഈ രണ്ടാമത്തെ വിരിക്കുള്ളിൽ ഇരിക്കുന്നതെന്നറിയാമോ? അവിടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ധൂപപീഠം. അതായത് പരിമള ദ്രവ്യങ്ങളിട്ട് ധൂപം, പുക ഇങ്ങനെ ആകാശത്തിലേക്ക് ഈ ദൈവത്തോട് പ്രാർത്ഥനകൾ ഉയർത്തുന്ന ഈ പുക. അതുകൊണ്ടാണ് മദ്ബഹായ്ക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ധൂപം വീശുന്നത്. അപ്പൊ ഇതാണ് ധൂപപീഠം. ഈ ധൂപപീഠത്തിന്റെ പിന്നിൽ അവിടെ ഒരു മേശയുണ്ട്. ഈ മേശയ്ക്ക് അവർ പറയുന്ന പേരാണ് ആർക്ക് ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ മേശ, വാഗ്ദാന പേടകം. ഈ പേടകം ശ്രദ്ധിക്കണേ, ഈ പേടകമാണ് ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്ന ത്രോണോസ്, സിംഹാസനം എന്നാണ് യഹൂദൻ വിശ്വസിച്ചത്. നോക്കണേ, ശ്രദ്ധിക്കണം. അതായത് അതിവിശുദ്ധമായ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു വിശുദ്ധ സ്ഥലമുണ്ട്. അതൊരു മറയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ആ മറയ്ക്ക് പിന്നിൽ അവിടെ മെനോറ, 7 തിരിക്കാല്, അത് കഴിഞ്ഞ് ഒരു മേശ. ആ മേശ തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയാണ്. അതിന് മുകളിൽ, മേശയ്ക്ക് മുകളിൽ കാഴ്ചയപ്പം വെച്ചിരിക്കും. അത് കഴിഞ്ഞ് അവിടെയാണ് പുരോഹിതർ നിൽക്കുന്നത്. എന്നാൽ ഇതിനകത്ത് വീണ്ടും ഒരു വിരിയുണ്ട്. ഈ വിരിക്കുള്ളിലാണ് അവരുടെ യാഹ്വേ, അവർ വിശ്വസിച്ച ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് അവിടേക്ക് പ്രവേശിക്കാൻ ആർക്കും അവകാശമില്ല. പ്രധാന പുരോഹിതൻ മാത്രം, അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം. ആ മാസം, ആ ഡേറ്റ്, അതിനവർ വിളിക്കുന്ന പേര് ദ ഡേ ഓഫ് അറ്റോൺമെന്റ് എന്നാണ്. പാപപരിഹാരത്തിന്റെ ദിനം. ശ്രദ്ധിക്കണം, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രധാന പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കുന്ന അതിവിശുദ്ധ സ്ഥലം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ ചോദിച്ചു, അച്ഛാ, അന്നേരം ഈ മഹാപുരോഹിതന് ഹാർട്ട് അറ്റാക്ക് വന്ന എന്താ ചെയ്യും? അവരെന്താ ചെയ്തിരുന്നെന്നറിയാമോ? ഈ പ്രധാന പുരോഹിതന്റെ അരയില് ഒരു പള്ളി കയറ് കെട്ടുമായിരുന്നു. അതിലൊരു മണിയുമുണ്ട്. പ്രധാന പുരോഹിതൻ ഇതിന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കും. എന്തിനാ പോകുന്നതെന്നറിയാമോ? ഈ പുരോഹിതര് 2 ആടുകളെ കൊണ്ടുവരും.
എന്നിട്ട് ഒരു കുഞ്ഞാടിനെ കൊല്ലും. ആ കുഞ്ഞാടിന്റെ ചോര, ആ കുഞ്ഞാടിനെ പറയുന്ന പേരാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ ചോര കൊണ്ടാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ, യോം കിപ്പൂർ എന്ന് പറയുന്ന അവരുടെ പ്രധാന ദിവസമാണത്, പാപപരിഹാര ദിനം. ജനത്തിന്റെ പാപങ്ങൾ മുഴുവനും ആവഹിച്ചെടുത്തിട്ട് ഈ കുഞ്ഞാടിന്റെ തലയിലേക്ക് വെച്ചിട്ട് ഈ കുഞ്ഞാടിനെ കൊന്നിട്ട് ആ പാപം മുഴുവനും വഹിക്കുന്ന ചോരയുമായി പ്രധാന പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കും. എന്നിട്ട് ഈ ത്രോണോസിന്റെ അടുത്ത് വരും. ഈ ആർക്ക് ഓഫ് കവനന്റ് ഒരു മേശയാണ്. ആ മേശയ്ക്ക് ഇരുവശങ്ങളിലും 2 മാലാഖമാരുണ്ട്. കെരൂബ് മാലാഖമാർ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ചിറക് വിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അത് 2 രൂപങ്ങളാണ്. പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ കത്തോലിക്കരെന്തിനാ ഈ രൂപമൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കുന്നത്? പഴയ നിയമത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞ കർത്താവ് തന്നെ മോശയോട് പറഞ്ഞു, നീ വാഗ്ദാന പേടകത്തിന്റെ ഇരുവശങ്ങളിലും 2 മാലാഖമാരെ ഉണ്ടാക്കി വെക്കണം, 2 രൂപം ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ഈ രൂപത്തിൽ ചിറക് വിരിച്ചിരിക്കുന്ന മാലാഖയുടെ ഈ ചിറകിനിടയിലൂടെ ഒരു പ്രകാശം വീഴും. എവിടെ? ഈ മേശപ്പുറത്ത്. ഈ മേശപ്പുറത്തിന് വിളിക്കുന്ന പേരാണ് ഹിലസ്തേരിയോൺ. ഹിലസ്തേരിയോൺ എന്ന് പറഞ്ഞാൽ കൃപാസനം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, അതിവിശുദ്ധ സ്ഥലത്ത് ഒരു മേശയുണ്ട്. ഈ മേശയ്ക്ക് പറയുന്ന പേരാണ് വാഗ്ദാന പേടകം. ഈ പേടകത്തിന്റെ ഇരുവശങ്ങളിലും 2 മാലാഖമാരുണ്ട്, ചിറക് വിരിച്ചു നിൽക്കുന്നു. ആ മാലാഖമാരുടെ ചിറകിനിടയിലൂടെ ദൈവം തന്റെ സാന്നിധ്യം ഇറക്കി ഈ കൃപാസനത്തിൽ വന്നിങ്ങനെ ഇരിക്കുന്നു എന്നാണ് യഹൂദൻ വിശ്വസിക്കുന്നത്. അപ്പൊ പ്രധാന പുരോഹിതൻ എന്ത് ചെയ്യും? ഈ ജനത്തിന്റെ പാപങ്ങൾ മുഴുവൻ ആവഹിച്ചെടുത്ത രക്തവുമായിട്ട് വന്നിട്ട് ഈ പെരുവിരൽ ഈ ചോരയിൽ മുക്കിയിട്ട് 7 തവണ ഈ ബലിപീഠത്തിന്റെ മുൻപിൽ വന്നിട്ട് ഇങ്ങനെ തളിക്കും. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഈ ജനത്തിന്റെ മുഴുവൻ പാപവും കത്തിപ്പോകും. കാരണം സീനായിൽ പ്രത്യക്ഷപ്പെട്ട അഗ്നിയാണ് യാഹ്വേ. ഈ അഗ്നി ജനത്തിന്റെ പാപം മുഴുവനും കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ജനത്തെ അല്ല, ജനത്തിന്റെ പാപം മുഴുവൻ വർഷത്തിലൊരിക്കൽ. അതുകൊണ്ടാണ് ഈ ആണ്ടുകുമ്പസാരം എങ്കിലും വേണമെന്ന് പറയുന്നത്. ആണ്ടുകുമ്പസാരം എങ്കിലും വേണമെന്ന് പറയുന്നതിന്റെ കാര്യം അതാ. വർഷത്തിലൊരിക്കൽ ഇത് മുഴുവൻ കത്തിച്ചു കളയും. സ്നേഹമുള്ളവരെ, എന്നിട്ട് അപ്പോ ഈ അറ്റാക്ക് വന്നാൽ, പ്രധാന പുരോഹിതന് അറ്റാക്ക് വന്നാൽ മണിയുടെ ശബ്ദമൊക്കെ നിന്നു, ശബ്ദമില്ല. പക്ഷെ വിരി തുറന്നു നോക്കാൻ പറ്റുകയില്ല. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത് പ്രധാന പുരോഹിതന് മാത്രമാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ കയറ് വലിച്ച് പ്രധാന പുരോഹിതനെ താഴെ ഇറക്കും. കാരണം ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, തീയല്ലോ ഈ മദ്ബഹ, തീതന്നെ പൂജയിതും തീതിനെ ചുറ്റുന്നു, തീനല്ലോ പരിചരിപ്പൂ. വൈദികരെ നിങ്ങളെ ജാലകളിൽ സൂക്ഷിപ്പിൻ. അല്ലേ? ജോസന പേടിപ്പിക്കുക എന്നെ. വൈദികരെ, ഈ തീയിൽ എരിയായിവാൻ സൂക്ഷിച്ചോണേ. തീയാണ് നിങ്ങൾ പരികർമ്മം ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിവിശുദ്ധമായ സ്ഥലത്ത് ഈ അഗ്നിയുണ്ട്. അതുകൊണ്ട് യോഗ്യതയോടെ വേണം ഇതിൽ പ്രവേശിക്കാൻ. ഇത് തീയാണ്, ഇതിനെ ഗൗരവത്തോടെ എടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ,
ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട, ഇത് അറിഞ്ഞു വേണം നമ്മൾ ആരാധിക്കേണ്ടത്. ഈ സത്യമൊക്കെ അറിഞ്ഞ് നമ്മൾ ആരാധിച്ചാൽ നമുക്ക് അത് ഫലദായകത്വം ഉണ്ടാക്കും. ഇതറിയാതെ തോന്നുമ്പടിയൊക്കെ നമ്മൾ ആരാധനയിലൊക്കെ വന്ന് സംബന്ധിച്ച്, ദൈവാരാധനയിലും കുർബാനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഈ സത്യം അറിയാത്തത് മൂലം നമുക്കൊരു ഗുണമുണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ഈ തീ നമ്മളെ എരിച്ചു കളയും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ശുശ്രൂഷകരും പല പലരുടെയും ജീവിതത്തിൽ ഒരു പല മേഖലകളിലും ഒരു എഴുന്നേൽപ്പില്ലാതെ തളർന്നു പോകുന്നതിന്റെ കാര്യം, ഈ ബലിപീഠത്തെ ഗൗരവത്തോടെ എടുക്കാത്തിടത്തോളം കാലം തകർച്ചകളുണ്ടാവും. ചില ശുശ്രൂഷകരൊക്കെ കണ്ടിട്ടുണ്ട്, അടിക്കടി കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. അവര് അടിക്കടി, പക്ഷെ ചില ശുശ്രൂഷകരുണ്ടല്ലോ, അത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തിട്ട് ചടങ്ങ് കണക്കെ പോകും. ഇത് തീയാണെന്നോ ഇതിന് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടൊരു ശുശ്രൂഷ ചെയ്യാത്തിടത്തോളം കുറച്ച് കഴിയുമ്പോഴത്തേന് എല്ലാ രീതിയിലും പട്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. വൈദികരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് വളരെ, അതാരാണെങ്കിലും ദൈവത്തിന് മുമ്പാകെ സ്നേഹമുള്ളവരെ, ഈ അഗ്നി, ഈ അതിവിശുദ്ധ സ്ഥലമായ മദ്ബഹായ ഗൗരവത്തോടുണ്ട്. ഇനി ഈ അതിവിശുദ്ധമായ സ്ഥലത്തെ ത്രോണോസ് അഥവാ ഈ ആർക്ക് ഓഫ് ദ കവനന്റ്, വാഗ്ദാന പേടകം, ഈ പേടകത്തിന്റെ 3 അറകളുണ്ട്. അതുകൊണ്ടാണ് ഈ ചിത്തോലയ്ക്ക് 3 അറകൾ. ഈ 3 അറകളിലും യഹൂദര് സൂക്ഷിച്ചു വെച്ചിരുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അഹറോന്റെ തളിർത്ത വടി. അതായത് ദൈവമായ കർത്താവ് അഹറോന്റെ പൗരോഹിത്യത്തെ അംഗീകരിച്ചുകൊണ്ട് അടയാളമായി അവന്റെ കയ്യിലിരുന്ന വടി തളിർത്തു, പൂത്തു. അത് എന്നും യഹൂദര് പൗരോഹിത്യത്തിന്റെ അടയാളമായി അവർ സൂക്ഷിച്ചു വെച്ചിട്ട്, ആ പൗരോഹിത്യത്തെ മാനിച്ചുകൊണ്ട്, ആ ലേവ്യ ശുശ്രൂഷ പൗരോഹിത്യത്തെ മാനിച്ചുകൊണ്ട് അവര് ഈ അതിവിശുദ്ധ സ്ഥലമായ ആർക്ക് ഓഫ് ദ കവനന്റിന്റെ ഒരു അലമാരയുടെ ഒരു അറയ്ക്കകത്ത് അത് സൂക്ഷിച്ചു. നടുക്കത്തെ അറയില് അവര് സ്വർണ്ണ കലശത്തിൽ അവർക്ക് മരുഭൂമിയിൽ കിട്ടിയ മന്ന, ശ്രദ്ധിക്കണം, ഈ മന്നയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്നറിയോ? ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, മോശേ, ഈ മന്ന പോയി ജനം രാവിലെ പോയി ശേഖരിച്ചോണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് ഇത് ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ അത് മുഴുവൻ പുഴു പിടിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഇത് ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്നോണം. അത് അപ്പം ഉണ്ടാക്കിക്കോണം, കഴിച്ചോണം. അടുത്ത ദിവസത്തേക്ക് ആരെങ്കിലും അത് ശേഖരിച്ച് വെച്ചാൽ അവന്റെ ബെഡേ കൂടെ, അവന്റെ കൂടാരത്തിൽ കൂടെ, അവന്റെ വസ്ത്രത്തെ കൂടെ പുഴു ഉണ്ടാവുന്നു. സ്നേഹമുള്ളവരെ, കുറെ പേരൊക്കെ ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് നാളത്തെ കൂടെ ആയിട്ട് അതെല്ലാം പുഴു പിടിച്ചു. എന്നാൽ ശ്രദ്ധിക്കണേ, എന്നാൽ ദൈവമായ കർത്താവ് പറഞ്ഞു, മോശേ, ഈ മന്നായിൽ അല്പം എടുത്ത് നീ ഒരു സ്വർണ്ണ കലശത്തിലാക്കി ഈ വാഗ്ദാന പേടകത്തിൽ വെച്ചു. 40 വർഷം ഈ ജനം ഈ പേടകത്തിനകത്ത് ഈ മന്നയും വെച്ചുകൊണ്ട് നടന്നു, പുഴു പിടിച്ചില്ല. 24 മണിക്കൂർ മാത്രം ലൈഫുള്ള മന്ന, പക്ഷെ 40 വർഷം ഇത് കൊണ്ട് നടന്നിട്ടും പുഴു പിടിച്ചില്ല. എന്താ കാര്യം എന്നറിയാവോ? മക്കളെ, ഈ പേടകത്തിന്റെ മീതെ ഒരു തീ, അഗ്നി ഉണ്ട്. ദൈവം പൊതിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് മന്ന പുഴു പിടിക്കാത്തത്. ദൈവത്തിന്റെ അഗ്നി ഉള്ള അപ്പമാണത്. എന്നിട്ട് 3-ാമത്തെ ഖണ്ഡത്തിൽ, 3-ാമത്തെ അലമാരയിൽ 3-ാമത്തെ 3 തട്ടുകളാണ്. 3-ാമത്തെ തട്ടിൽ എന്താണെന്നറിയാമോ? അവരുടെ 10 കൽപ്പനകളാണ്. സീനായ് മലയിൽ വെച്ച് മോശ ശേഖരിച്ച 10 പ്രമാണങ്ങൾ. നോക്കിയേ, 3 പ്രധാന കാര്യങ്ങൾ അടച്ചു വെച്ച ഒരു പേടകമാണ്, വാഗ്ദാന പേടകമാണിത്. അതിന് മീതെയാണ് ഹിലസ്റ്റേരിയോൺ, ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന സ്ഥലം. അതിനടിയിൽ പൗരോഹിത്യമുണ്ട്. അതിനടിയിൽ അഹറോന്റെ തളിർത്ത വടി. 2, അതിന് നടുവിൽ മന്നയുണ്ട്. അതിന്റെ ഒരു വശത്ത് ഈ
ഫലകമുണ്ട്, 10 പ്രമാണങ്ങൾ, കൽപ്പലകൾ, വചനമുണ്ട്, മന്ന ഉണ്ട്, ഈ അപ്പമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഈ മന്നയുണ്ട്, ഫലകമുണ്ട്, അഹരോന്റെ തളിർത്ത വടിയുണ്ട്. പുതിയ നിയമത്തിൽ ഈ മദ്ബഹ, അത് പറയാനുള്ള നേരമേ ഉള്ളൂ, ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിൽ ഈ മദ്ബഹായിൽ, പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളും ഉണ്ട്. ഈ ബലിപീഠത്തിൽ ത്രോണോസിന്റെ നടുവിൽ നമ്മളൊരു കുരിശ് വെച്ചിരിക്കുന്നു. ഇതാണ് അഹരോന്റെ തളിർത്ത വടി. ഈ കുരിശാണ് ഈ ബലിപീഠത്തിൽ വെച്ചിരിക്കുന്ന ഈ കുരിശ്. ഇതാണ് ജീവന്റെ വൃക്ഷം, തളിർത്ത വൃക്ഷം. എക്കാലത്തും പൂത്തു നിൽക്കുന്ന ജീവന്റെ വൃക്ഷമാണ് ഈ കുരിശ്. അതുകൊണ്ടാണ് നമ്മൾ പെസഹ കാലത്ത് ഈ മദ്ബഹായുടെ ത്രോണോസിന്റെ ഒരു വശത്ത് ഗോകുൽത്ത കുരിശ് നമ്മൾ ഉയർത്തി നാട്ടി, ചുവന്ന തുണിയൊക്കെ ഇട്ട് നാട്ടി നിർത്തിയിരിക്കുന്നു. അതിന്റെ നടുവിലുള്ള മേശയിലാണ് ഈ മന്ന, ജീവന്റെ അപ്പം, പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്നത്. അതിന്റെ ഇങ്ങേ അറ്റത്താണ്, വലതുവശത്താണ് ഈ ഏവൻഗേലിയോൻ പീഠം വെച്ചിട്ട് ഈ കൽപ്പലകകൾ, ഈ ഫലകങ്ങൾ എടുത്തു വെക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് ഈ 3 കാര്യങ്ങളും ദൈവ സാന്നിധ്യത്തിന്റെ ഈ ത്രോണോസിനോട് പറ്റിച്ചേർത്ത് ഈ 3 കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ്. ഒന്ന്, കർത്താവിന്റെ കുരിശ്, അതാണ് അഹരോന്റെ തളിർത്ത വടി, എക്കാലത്തും പൂവിട്ട് നിൽക്കുന്ന കാൽവരിയിൽ പൂത്ത ആ വൃക്ഷം കുരിശ്. 2, മന്ന, പരിശുദ്ധ കുർബാന. 3, ദൈവവചനം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മദ്ബഹായില് 4000 വർഷങ്ങൾക്ക് മുൻപ്, യേശുക്രിസ്തുവിന് 4000 വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിന്റെ രഹസ്യങ്ങൾ, മോശയിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവാരാധനയുടെ മർമ്മങ്ങൾ ഇന്നും സഭ അനുഷ്ഠിക്കുന്നത് സ്വർഗത്തിലെ അപ്പൻ നീയും ഞാനും എങ്ങനെ ആരാധിക്കണമെന്ന് നിഷ്കർഷിച്ചതുകൊണ്ടാണ്. ഇത് മനുഷ്യൻ പിൽക്കാലത്ത് രൂപപ്പെടുത്തിയല്ല. പലരും പറയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചതാണ് ഈ ആരാധനയും ആരാധനക്രമവും ഒക്കെ. അല്ല പ്രിയപ്പെട്ടവരെ, ഇതിന് മനുഷ്യന്റെ ചരിത്രത്തോളം, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ദൈവജനത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് ഈ ആരാധനയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പുതിയ മദ്ബഹായ്ക്ക് ഈ ദൈവിക തലത്തിലേക്ക് ഉയർത്തുന്ന എല്ലാ അതിവിശുദ്ധ സ്ഥലത്തിന്റെ എല്ലാ കൃപാവരങ്ങളും ഈ മദ്ബഹായിലുണ്ട്. മദ്ബഹ ഇവിടെയാണ് യാഗമർപ്പിക്കുന്ന സ്ഥലം, ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം. അതുകൊണ്ടാണ് പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചും പൂർത്തീകരിച്ചും പഴയ നിയമത്തെ സുഖപ്പെടുത്തിയും പുതിയ നിയമത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധനയില് നമ്മൾ പിന്നീട് ഈ മദ്ബഹായിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ 3 പടികളുണ്ട്. എല്ലാ ദേവാലയത്തിലും ഈ 3 പടികൾ, 2 പടികൾ വെക്കാവുന്ന സ്ഥലത്ത് 3 പടികൾ പണിയും. ഹൈക്കലായിൽ നിന്ന് നമ്മൾ ഈ ആലയത്തിലേക്ക് പ്രവേശിക്കും, ക്രിസ്തുമോയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പടിയേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഇവിടെ ഈ ക്രിസ്തുമോയിൽ നിന്ന് മദ്ബഹായിലേക്ക് പ്രവേശിക്കും. ഇത് 3 പടികളാണ്. ഇതിനെ വിളിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഗോവണി എന്നാണ്. നമുക്കറിയാം, പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഒരുപോലെ ഒരു വെളിപാടാണ് ഗോവണി. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. പഴയ നിയമത്തിൽ അപ്പം പടിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സോപാനം എന്നാണ് ഇത് അറിയപ്പെടുക. എന്താണ് പറയുന്നത്? സോപാനം അല്ലെങ്കിൽ ഗോവണി. വായിക്കാമോ? ഉൽപ്പത്തി 28:12. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ദേവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ആര് കണ്ടു?
യാക്കോബ് കണ്ടു. പഴയ നിയമത്തിലെ പൂർവ്വപിതാവായ യാക്കോബ് കണ്ട ദർശനമാണ്. ഈ ഗോവണി ഒരു പ്രതീകമാണ്. ഇത് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഒരു ഗോവണിയാണ്. സ്വർഗത്തിലേക്ക് കയറാൻ ഇത് തന്നെയാണ്. ശ്രദ്ധിക്കണം, ഗോവണി, ഈ സോപാൻ, ഈ പടി എന്താണ് എന്ന് പറയാ, ഈ പ്രതീകം എന്താണെന്ന് പറയാ. അത് മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ നമുക്കറിയാം ആ സംഭവം. യേശുക്രിസ്തു നഥാനിയേലിനെ കണ്ടപ്പോൾ നഥാനിയേലിനോട് പറയുന്നുണ്ട്, ഇതാ കാപഠ്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? അപ്പോൾ ഈശോ പറഞ്ഞു, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ നഥാനിയേൽ പറഞ്ഞു, കർത്താവേ, നീയാണ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന രക്ഷകൻ, ഇസ്രായേലിന്റെ രാജാവ് നീയാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ അത്തിമരത്തിന്റെ ചുവട്ടിൽ കണ്ടു എന്നതുകൊണ്ട് നീ ഇത് വിശ്വസിക്കുന്നു, എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. വായിച്ചോ. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. പഴയ നിയമത്തിലെ യാക്കോബ് കണ്ട അതേ ദർശനത്തെ കുറിച്ച് ഈശോ പറയുകയാണ്. നഥാനിയേൽ കാപഠ്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബ്. ഇവിടെ കാപഠ്യമില്ലാത്ത യഥാർത്ഥ ഇസ്രായേല്, പുതിയ യാക്കോബായ നഥാനിയേലിനോട് പറയാണ്, നഥാനിയേലേ, നീ ഒരു കാഴ്ച കാണും, സ്വർഗത്തെക്കുറിച്ചൊരു കാഴ്ച. എന്നിട്ട് സ്വർഗത്തിലെ മാലാഖമാർ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും കാണും. എങ്ങനെയാണെന്നറിയാമോ? ആരുടെ മേലാണെന്നറിയാമോ? മനുഷ്യപുത്രന്റെ മേൽ. ഈ മാലാഖമാർ മനുഷ്യപുത്രന്റെ മേൽ ചവിട്ടി ഇറങ്ങും, മനുഷ്യപുത്രന്റെ മേൽ ചവിട്ടി കയറും. എന്ന് പറഞ്ഞാൽ, ചവിട്ടെന്ന് പറഞ്ഞാൽ ലിറ്ററലി നമ്മളിങ്ങനെ ചവിട്ടി കയറും എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ, സ്വർഗം ആരുടെ മേലാണോ കവിഞ്ഞു കിടക്കുന്നത് അവന്റെ പേരാണ് ഈ ഗോവണി. ഭൂമിയിലാണ് ഈ മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പുത്രൻ. പക്ഷേ ഈ മനുഷ്യന്റെ പുത്രന്റെ മേൽ സ്വർഗം കവിഞ്ഞു കിടക്കുകയാണ്. സ്വർഗത്തിലേക്ക് ആർക്കെങ്കിലും കയറിപ്പോകണമെങ്കിൽ ഈ ഗോവേണിയിലൂടെ വേണം കയറിപ്പോകാൻ. അതുകൊണ്ടാണ് മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും നീ കാണുമെന്ന് പറഞ്ഞാൽ, ഈ സ്വർഗത്തിലേക്ക് ആരെങ്കിലും കയറണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പടിയിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പടിയുടെ പേരെന്താണ്? ഗോവണിയ. ഈ പടിയുടെ പേരാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. ഇതാണ് മനുഷ്യപുത്രൻ. ഈ മദ്ബഹായിലെ ദൈവീക രഹസ്യങ്ങളിലേക്ക് ആർക്കെങ്കിലും പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പടി കയറിയേ പറ്റൂ. ഈ ഗോവണി എന്ന് പറയുന്നത് മനുഷ്യപുത്രൻ. അതുകൊണ്ടാണ് ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 7-ാം അധ്യായം 13-ാം വാക്യം. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഈ മനുഷ്യപുത്രനെ കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിച്ചോ. നിശാദർശനത്തിൽ ഞാൻ കണ്ടു. നിശാദർശനത്തിൽ, രാത്രിയിൽ ഒരു ദർശനം ദാനിയേൽ കാണുകയാണ്. എന്നിട്ട് പറയാണ്, വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പുത്രൻ. പക്ഷെ ഈ മനുഷ്യപുത്രൻ എവിടാണ്? സ്വർഗത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവൻ മനുഷ്യനാണ്, അവൻ ദൈവവുമാണ്. അവന്റെ പേരാണ് മനുഷ്യപുത്രൻ. ഈ മനുഷ്യപുത്രന്റെ മേലാണ് വാനമേഘങ്ങളിലുള്ള ഈ മനുഷ്യപുത്രൻ. അവനിലാണ് സ്വർഗം കവിഞ്ഞു കിടക്കുന്നത്. അവനിലാണ് മനുഷ്യന് കയറിപ്പോകാൻ പറ്റുന്നത്. അവനിലൂടെയാണ് സ്വർഗത്തിലേക്ക് കയറാനും പറ്റുന്നത്. അതുകൊണ്ടാണ് സ്വർഗവും ഭൂമിയും ആരുടെ മേലാണോ കവിഞ്ഞു കിടക്കുന്നത് അവന്റെ പേരാണ് മനുഷ്യപുത്രൻ. അവൻ മനുഷ്യനാണ്, എന്നാൽ സ്വർഗത്തിലുമാണ്. അതുകൊണ്ടാണ് ഈ സ്വർഗം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള ഗോവണിയാണ് ഈ പടികൾ. മനുഷ്യപുത്രൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്.
ആർക്കെങ്കിലും കയറണമെങ്കിൽ ഈ ഗോവണിയിലൂടെ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നാമത്തെ പടി ആ പടിയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നത് മൂന്നാം സ്വർഗം എന്നാ പറയാ. മൂന്നാം സ്വർഗം. ആ സ്വർഗത്തിൽ നിന്ന് ഈ ഏഴാം സ്വർഗം എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലം, അവിടേക്ക് ഏഴാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരുവനെ ഞാൻ ആത്മാവിൽ കണ്ടു എന്നൊക്കെ പൗലോസ് ശ്ലീഹ പറയുന്നതിന്റെ കാര്യം അതാ. ഈ പടിയിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ചില കാഴ്ചകളൊക്കെ പൗലോസ് ശ്ലീഹ കാണുക. ഇത് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് വെറുതെ കെട്ടിയിട്ടിരിക്കുന്നതല്ല. ഇത് അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ ആരാധനയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ഇപ്പൊ നോക്കിയേ, അതിവിശുദ്ധ സ്ത്രോണോസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിവിശുദ്ധമായ മദ്ബഹ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലമാണ്. ഇവിടേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യപുത്രനിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. സ്വർഗവും ഭൂമിയും കവിഞ്ഞു കിടക്കുന്നവനാണ് അവൻ. അപ്പൊ ഈ സോപാനം, ഈ പടിക്കെട്ട്, ഈ ഗോവേണി കഴിഞ്ഞാലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മാലാഖമാര് ഇറങ്ങി വന്ന് സ്വർഗത്തിൽ നിന്ന് നിൽക്കുന്ന സ്ഥലമാണ് കെസ്ത്രൂമോ. മാലാഖമാരുടെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഗായകവേദിയാണ് ഈ കെസ്ത്രൂമോ. അതുകൊണ്ടാണ് നമ്മുടെ ഈ പള്ളി ഇത്രയും സ്ഥലം വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കരുത്. മദ്ബഹ, അതിവിശുദ്ധ സ്വർഗത്തിന് താഴെ ദൈവത്തെ നിരന്തരം പാടി സ്തുതിക്കുന്ന ഗായക സംഘം, ഇതാണ് കെസ്ത്രൂമോ. ഇതിന്റെ സൂചനകളുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. എഫേസ്യർ 1:21. അതായത് പൗലോസ് ശ്ലീഹ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഈ മാലാഖ വൃന്ദത്തെ നവവൃന്ദം മാലാഖമാരെന്നാ പറയും. 9 വൃന്ദം മാലാഖമാരെന്നാ പറയും. 9 കൂട്ടം മാലാഖമാര്. ഈ മാലാഖമാരൊക്കെ ഈ അതിവിശുദ്ധ സ്ഥലമായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് താഴെ നിൽക്കുകയാണ് ഈ ആരാധനയ്ക്ക്. ദൈവത്തെ നിരന്തരം പരിശുദ്ധൻ പരിശുദ്ധൻ, ഹോശാന ഈശനോ സാദാനം, ഹോശാന ഹോശാന ഹോശാന, പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ വാനിടത്തിൽ, അല്ലെ, നിരന്തരം മുഴങ്ങുന്നു പരിശുദ്ധൻ എന്ന ഗാനം. ഇതെവിടെ നിന്നാ പാടുന്നേ? കെസ്ത്രൂമോ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഗായക സംഘത്തെ അവിടെ നിർത്തുന്നു. അവരെ അവിടെ നിർത്തി പാടിക്കുന്നതിന്റെ കാര്യം ഈ കെസ്ത്രൂമോ. ഇതിന് ഒന്ന് വായിക്കുക. എഫേസ്യർ 1:21. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. അതായത് ആധിപത്യങ്ങളും അധികാരങ്ങളും പ്രഭുത്വങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പൗലോസ് ശ്ലീഹ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ. പൗലോസ് ശ്ലീഹ കാണുന്ന ദർശനത്തിൽ, ഈ കാണുന്ന സ്വർഗത്തിന്റെ കാഴ്ചയിൽ ആധിപത്യങ്ങൾ കാണുന്നു, അധികാരമുള്ളവരെ കാണുന്നു, പ്രഭുത്വമുള്ളവരെ കാണുന്നു. പിന്നീട് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം വായിക്കാമോ? കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:16 വാക്യം. അതായത് ഈ വിശുദ്ധർക്കുള്ള ദർശനങ്ങളിൽ അവർ കാണുന്ന കാഴ്ച, അവിടെ മാലാഖമാരുടെ ഗണങ്ങൾ, വലിയ വൃന്ദങ്ങൾ, നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഹല്ലേലൂയ പാടുന്ന ഗണങ്ങൾ, ഇതൊക്കെ വിശുദ്ധര് ഒക്കെ കാണുന്ന കാഴ്ചയുണ്ട്. യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപാടിന്റെ പുസ്തകത്തിൽ കാണുന്ന കാഴ്ചയുണ്ട്. ഹല്ലേലൂയ എന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഏശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഉസ്സിയ രാജാവ് മരിച്ച വർഷം ഏശയ്യ ദേവാലയത്തിൽ ഒരു ദർശനം കണ്ടു. അവിടുത്തെ സിംഹാസനം, അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. സ്രോപ്പേന്മാർ, 6 ചിറകുള്ള സ്രോപ്പേന്മാർ 2 ചിറകുകൾ കൊണ്ട് മുഖം മറച്ച്, 2 ചിറകുകൾ കൊണ്ട് ശരീരം മറച്ച്, 2 ചിറകുകൾ പറന്നു നിന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന കാഴ്ച ഏശയ്യ കണ്ടിട്ട് പറയുകയാണ്, എനിക്ക് ദുരിതം,
ഞാൻ മരിച്ചു, ഞാൻ അശുദ്ധനും അശുദ്ധരുടെ ഇടയിൽ വസിക്കുന്നവനുമാ, ഈ പരിശുദ്ധമായ കാഴ്ച മൂലം ഞാൻ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഒരു രംഗമുണ്ട് യെശയ്യായുടെ പുസ്തകം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധർക്ക് പ്രവാചകർക്കൊക്കെ ഈ സ്വർഗത്തിന്റെ ദർശനം ഉണ്ടാകുമ്പോൾ അവിടെ മാലാഖമാരുടെ വലിയ വൃന്ദം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കാഴ്ച ബൈബിളിലുണ്ട്. ഈ മാലാഖമാർ നിൽക്കുന്ന സ്ഥലമാണ് കെസ്ത്രുമോ. വായിക്കാം, കൊളോസ്യർ 1:16. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. അവനിൽ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ലേഖനത്തിലെ ക്രിസ്റ്റോളജിയാ, ക്രിസ്തു വിജ്ഞാനീയമാ. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ പറഞ്ഞിട്ട് പൗലോസ്ലീഹ ഇതിന്റെ അടിസ്ഥാനത്തിൽ സഭ മാലാഖമാരുടെ വൃന്ദത്തെ 9 നവവൃന്ദം, 9 കൂട്ടം മാലാഖമാരായിട്ട് തിരിക്കുന്നുണ്ട്. അതിലൊന്നാണ്, ഒരു വൃന്ദം മാലാഖമാരാണ് സെറാഫുകൾ. സെറാഫുകൾ എന്ന് പറഞ്ഞാൽ ഭക്തി തീക്ഷ്ണതയുള്ള, ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന അഗ്നിജ്വാലകൾ പോലുള്ള ഈ മാലാഖമാരുടെ പേരാണ് സെറാഫുകൾ. സെറാഫുകൾ. രണ്ടാമത്തെ മാലാഖമാരാണ് കെരൂബുകൾ, ക്രോബേന്മാർ. നമ്മൾ പറയാറുണ്ട് സ്രോപ്പേന്മാരും ക്രോബേന്മാരും മൗദ്യാനന്മാരും മോറാവോസന്മാരും, അങ്ങനെ സ്വർഗീയ സേനകളുടെ അസംഖ്യ വൃന്ദങ്ങളെ കുറിച്ച് നമ്മൾ കുർബാനയിൽ പറയുന്നത് ഇതാണ്. സെറാഫുകളുണ്ട്, ക്രോബേന്മാർ, കെരൂബുകളുണ്ട് എന്ന് പറഞ്ഞാൽ തിരുസിംഹാസനത്തിന്റെ കാവൽക്കാരാണവർ, ജ്ഞാനാധിക്യരാണ് ക്രോബേന്മാർ. ഇനി അതുകൂടാതെ ഭദ്രാസനന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ നീതിയുടെ ഈ സിംഹാസനത്തെ അലങ്കരിക്കുന്ന സിംഹാസനസ്ഥർ. അതായത് ഈ ത്രോണോസിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒന്നാമത്തെ ഗണമാണ് 9 വൃന്ദം മാലാഖമാരിൽ സ്രോപ്പേന്മാരും ക്രോബേന്മാരും ഭദ്രാസനന്മാരും. തുടർന്ന് സ്വർഗീയ സൈന്യത്തിന്റെ മേൽ അധികാരമുള്ള മാലാഖമാരുണ്ട്. അതാണ് രണ്ടാമത്തെ ഗണം. സ്വർഗീയ സൈന്യത്തിന്റെ മേൽ, അതായത് മാലാഖവൃന്ദത്തിന്റെ മേലെല്ലാം അധികാരമുള്ള, അവരെ നാഥകൃത്യന്മാരെന്നാണ് വിളിക്കുക. ദ ഡൊമീനിയൻസ്, ആധിപത്യമുള്ളവര്, സ്വർഗീയ സൈന്യാധിപന്മാര്. 2 പൈശാചിക ശക്തികളെ നേരിടുന്ന പ്രമാണ ശക്തികൾ, പവേഴ്സ്. 3 പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുന്ന ബലവാന്മാർ. ബലവാന്മാരും പ്രാമാണികരും സ്വർഗീയ സൈന്യാധിപന്മാരുമായ ഒരു ഗ്രൂപ്പ് മാലാഖമാരുടെ ഇടയിൽ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഗ്രൂപ്പാണ് സമാധാന മാലാഖമാർ എന്നറിയപ്പെടുന്ന പ്രാഥമികന്മാർ. എന്ന് പറഞ്ഞാൽ ദൈവിക സന്ദേശം നൽകുന്ന, ഉദാഹരണത്തിന് നമ്മൾ ദൈവത്തിൽ നിന്ന് ദൂത് സന്ദേശം നമുക്ക് നൽകുവാൻ, ജനത്തിന് നൽകുവാൻ, ലോകത്തിന് നൽകുവാൻ, ദേശത്തിന് നൽകുവാൻ, അതാണ് പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറയും. ദൈവിക സമാധാനം കൈമാറുന്ന ദൂതന്മാർ. 2 ആർക്ക് ഏഞ്ചൽസ്, മുഖ്യ ദൂതന്മാർ. നമുക്കറിയാം മുഖ്യ മാലാഖമാര് മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, സിറിയേൽ, ഉറിയേൽ, ഋഗ്വേൽ, ജെറമിയേൽ, ഇങ്ങനെ 7 മുഖ്യ ദൂതന്മാരുണ്ട്. ഈ 7 ഇതെല്ലാം ഈ ദൂതന്മാരുടെ സൈന്യത്തെയാണ് ആർക്ക് ഏഞ്ചൽസ് എന്ന് പറയുക. അവരും അവരുടെ സൈന്യവും. ഇതുകൂടാതെ സാധാരണ മാലാഖമാരുണ്ട്, അതാണ് കാവൽ മാലാഖമാര്. ഈ മാലാഖമാരുടെ വലിയ വൃന്ദം ഈ സ്വർഗസിംഹാസനത്തിന്റെ താഴെ അണിനിരക്കുകയാണ്. അണിനിരന്ന് നിരന്തരം അവര് പരിശുദ്ധൻ 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 എന്ന് നിരന്തരം. അതുകൊണ്ടാണ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്, അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം. പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് ഒത്തിരി ആത്മപ്രശംസ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ദർശനങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണുന്നുണ്ട്, മാലാഖമാരെ കുറിച്ചൊക്കെ, ആധിപത്യമുള്ളവരെ, ഭദ്രാസനന്മാരെ, ബലവാന്മാരെ ഒക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറയാണ്. എങ്കിലും കർത്താവിന്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ. 14 വർഷം മുൻപ്
മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം എന്നൊക്കെ പൗലോസ്ലീഹ പറയുമ്പോൾ ഈ മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നത് 7-ാം സ്വർഗമാണ്. ഈ മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് ഈ മാലാഖമാര് നിൽക്കുന്ന സ്ഥലമാണ്. ക്രിസ്തുമോ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തൊരു സ്ഥലം, മാലാഖമാരുടെ വാസം. അവിടം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്ക് ആത്മാവിൽ അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ പള്ളിയുടെ ഘടന അതിവിശുദ്ധ സ്ഥലം 7-ാം സ്വർഗമുണ്ട്, എന്നാൽ 3-ാം സ്വർഗവുമുണ്ട്, ഭൂമിയുണ്ട്. ഭൂമിയാണ് ഹൈക്കല. അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് കാണാൻ, അടുത്ത ആഴ്ച കാണാം. ഹൈക്കല, ഈ ഹൈക്കലായിൽ നിന്നുകൊണ്ട് ദൈവജനം ഈ 3-ാം സ്വർഗത്തിലുള്ള മാലാഖമാരോട് ചേർന്ന് ഈ ലിറ്റോർജി, ആരാധന, ഈ ആരാധനാ ഗാനം, അതുകൊണ്ടാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പാട്ടുകളല്ല പാടേണ്ടത്, മറിച്ച് ഈ ആരാധനയ്ക്ക് ഉചിതമായ, ഈ സിംഹാസനസ്ഥന് ഉചിതമായ സ്വരം. അതുകൊണ്ടാണ് ലിറ്റർജിയെ കുറിച്ച് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1156 ഇപ്പൊ വായിക്കണ്ട, ഇതൊക്കെ പറയുന്നത് ലിറ്റർജിയുടെ സ്വരത്തിന് ചേർന്ന സ്വരമായിരിക്കണം നമ്മൾ ആരാധന ഗായക സംഘം ആലപിക്കേണ്ടത്. ഈ ജനത്തെ ദൈവത്തോട് ഏറ്റവും അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗായക സംഘം. മാലാഖമാരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. അവർ ഈ ആരാധനയില് ഇതിന് ചേർന്ന ട്യൂണുള്ള പാട്ടുകൾ വേണം. ഈ ആരാധനയ്ക്ക്, ഈ ദൈവത്തിന് ചേർന്ന, ഈ യാഗത്തിന് ചേർന്ന, ഈ ബലിക്ക് ചേർന്ന ഒരു സ്വരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂറോപ്പിലെ പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഡ്രം സെറ്റുകളോ പോപ്പും റാപ്പും രീതിയിലൊന്നും അല്ല ആരാധനയ്ക്ക് എപ്പോഴും ഒരു പൈപ്പ് ഓർഗൻ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ചാൻസാണ്. ഗ്രിഗോറിയൻ ചാൻസ് ഒക്കെ പൗരസ്ത്യ സഭകളിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അതിന് പ്രത്യേക രീതിയാണ്. നമ്മുടെ പൗരസ്ത്യ സഭകളിൽ ഈ ആരാധനയ്ക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. ഈ ബലിക്ക് ഉതകുന്ന, ഈ സ്വർഗത്തിന്റെ സാന്നിധ്യത്തിന് ഉതകുന്ന ഒരു രീതി, അതിന് പറ്റുന്ന ഒരു ആരാധനാ ക്രമമായിരിക്കണം നമ്മുടെ ഗായക സംഘം നമുക്കുണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് പുതിയ പാട്ടുകളൊന്നും കഴിയുന്നത്ര നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരാഴ്ച മാത്രം ലൈഫുള്ള പാട്ടുകളൊന്നും കൊണ്ട് നമ്മൾ വരാത്തതിന്റെ കാര്യം അതാ. ലിറ്റർജിയുടെ പാട്ടുകൾ തന്നെ വേണമെന്ന് പറയാൻ നിഷ്കർഷിക്കാൻ കാര്യം അതാ. ഇതിന് ചേർന്ന ഒരു സ്വരമായിരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പള്ളിയുടെ ഘടന, അത് ത്രോണോസ് ആണെങ്കിലും, അത് വിശുദ്ധമായി മദ്ബഹ ആണെങ്കിലും, കസ്ത്രുമോ ആണെങ്കിലും, പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ ആരാധനയിൽ പങ്കുചേരുമ്പോൾ കർത്താവിനോട് ഒരു പടി കൂടി അടുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഉത്സവവേദികളും ഈ കലാവേദികളും നാടകവേദികളും പള്ളിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഗ്രാമസഭകളിലും അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലബ്ബുകളിലും നമ്മൾ കിട്ടുന്ന സ്റ്റേജുകളിലും നമ്മളുടെ ഓഡിറ്റോറിയങ്ങളിലും നടത്തുന്ന അതേ രീതിയിലുള്ള പ്രോഗ്രാം കാണാൻ വേണ്ടി നമ്മൾ വരും. നമുക്കൊരിക്കലും ഈ സെപ്പറേഷൻ ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ഉടമ്പടിയുടെ മക്കളാണെന്നും പ്രവാചകരുടെ സന്തതികളാണെന്നും നമ്മൾ വേർപെട്ട ജനമാണെന്നും ഈ ആരാധനയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ കരുണയാണെന്നും ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതാണ് അടിമത്തങ്ങളിൽ നിന്ന് എന്നേക്കുമായി സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള വഴിയെന്നും എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുമ്പസാരമൊക്കെ നടത്തി കുർബാന സ്വീകരിക്കണമെന്ന് പറയുന്നത്. സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. നമ്മൾ പറയും കുർബാനയൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ഇത് കണ്ടേച്ചങ്ങ് പോയാൽ മതി. എന്റെ അർത്ഥം എന്താ? ഈ ആരാധനയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഈ അഗ്നിയായ ദൈവം നമ്മുടെ ഉള്ളിൽ വരിക എന്നുള്ള, നാമും ദൈവം ഐക്യപ്പെടുക എന്നുള്ള. അപ്പോഴാണ് നമ്മൾ ഈ പാപത്തിന്റെ ചുമടും ഈ നുകവും പേറിക്കൊണ്ട് കാലങ്ങളായിട്ടങ്ങ് നടക്കുക, വർഷങ്ങളായിട്ട് പാപം ചുമന്നുകൊണ്ട് നടക്കുക, കുർബാനയൊക്കെ ഒന്ന് കണ്ടേച്ച് ഒപ്പിച്ചിട്ടൊക്കെ പോവുക. അതല്ല, ഈ ആരാധനയിൽ സജീവമായ ഭാഗഭാഗിത്വം നമുക്കുണ്ടെങ്കിൽ ഈ ദൈവം ഈ ആരാധനയുടെ ഒടുവിൽ അവൻ ഇറങ്ങി വരികയാണ് മഹത്വത്തോടെ. അവന്റെ 2ാം വരവാണത്. അവൻ വന്ന് നമ്മുമായി ഐക്യപ്പെടുക. നമ്മുടെ ജീവനെ നിത്യതയിലേക്ക് അവൻ എടുത്തു വെക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ ജീവനെ അവൻ ഈ നിത്യതയിലേക്ക്, ഈ സ്വർഗത്തിലേക്ക് എടുത്തു വെക്കാനാണ് ഈ കുർബാന.
അതുകൊണ്ടാണ് ഈ ഘടന, അതുകൊണ്ടാണ് ഈ രീതി അവൻ പഠിപ്പിച്ച് നമുക്ക് തരുന്നത്. ഇങ്ങനെ വേണം ആരാധിക്കാൻ. ഇത് ദൈവികമായിട്ടുള്ള സംവിധാനമാണ്. ഒരു നിയമം ദൈവം തരുമ്പോൾ അതിൽ നിയമദാതാവിന്, ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവനൊരു നിയമം ഇങ്ങനെ ചെയ്യണം എന്ന് അവൻ പറയാ. ഈ പുസ്തകത്തിൽ ഇങ്ങനെ ആരാധിക്കണം, ഇങ്ങനെ ആയിരിക്കണം നിന്റെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ നീ ഈ കാര്യം അറിഞ്ഞിരിക്കണമെന്ന് നിയമദാതാവായ ദൈവം മനസ്സ് വെച്ചുകൊണ്ട് അറിഞ്ഞ് നമുക്ക് തരുമ്പോ അവനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അവൻ പൂർത്തീകരിക്കും. നാം അതിനെ അനുസരിക്കും. ആ നിയമം അനുസരിക്കുമ്പോഴാണ് ആ നിയമത്തിലൂടെ നമുക്കൊരു വിടുതലുണ്ടാകുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് യേശുക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, ആത്മാവിലും സത്യത്തിലേക്കും നമ്മൾ പ്രവേശിക്കാനുള്ള ആരാധനയുടെ അഭിഷേകമാണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ സഭയോട് ചേർന്ന് ചിന്തിക്കുവാൻ നമുക്കാവട്ടെ. ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറിയ 10, 20, 9 വർഷം ജീവിക്കും. കാലഘട്ടത്തിൽ ആരാധനയുടെ പൊരുളുകൾ അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ഒരു സമൂഹം രൂപപ്പെടണം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ആരാധന പൂർത്തീകരിക്കാം.